ഹലോ ഗൈസ്, കേരളത്തിന് പുറത്തുള്ളവർക്കായിരിക്കും ഇത് കുറച്ചുകൂടെ നൊസ്റ്റാൾജിക്കായിട്ട് തോന്നുന്നത്. ചായക്കടയിലൊക്കെ ഇരിക്കുന്ന വെട്ട് കേക്ക് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 3-4 ഏലയ്ക്ക ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി അതൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 250 ഗ്രാം മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അത് കുഴയ്ക്കാനായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഒഴിച്ച് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. 2 മണിക്കൂറിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ തടവി നന്നായിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക. സൈഡ് 2 വശത്തൊന്നും കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഓരോരോ ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ഇനി എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അത് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇത് കറുത്തു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതിനെ മൂപ്പിച്ചെടുക്കുക. നല്ല കടുപ്പത്തിലൊരു ചായയും കേക്കും കൂടെ ആകുമ്പം അടിപൊളിയാവും.